Welcome to Optics second lecture. BSC Physics 9 Semester 6 Paper number 3 Optics second lecture Theory of Interference. Theory of Interference. And first we start with the principle of superposition of waves, or it is also called the principle of interference. അപ്പോൾ ഇൻ്റർഫറൻസിലെ ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ ഓഫ് വേവ്സ്. അതെന്താണെന്ന് പറയാം. ഇത് എവിടെയെല്ലാം വേവ്സ് ഉണ്ട് അവിടെയെല്ലാം പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ ഓഫ് വേവ്സ്. ഇത് നമ്മൾ ഓസിലേഷൻ വേവ്സിനകത്ത് പഠിക്കാറുണ്ട്, ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കാറുണ്ട്, ഇവിടെയും പറയാറുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ ഓഫ് വേവ്സ്. If two or more waves travel over a continuous medium, each wave produces its own displacement at any point of the medium independent of the other. The resultant displacement at any point is the algebraic sum of the displacements due to the individual waves. That is, y is equal to y1 plus y2 plus y3 plus etc., where y is the resultant displacement and y1, y2, y3 etc. are the displacements due to the individual waves. The principle of superposition of waves states that if two or more waves travel over a continuous medium, each wave produces its own displacement at any point of the medium independent of the other. The resultant displacement at any point is the algebraic sum of the displacements due to the waves. That is, y is equal to a sine, y is equal to y1 plus y2 plus y3 plus etc. അതായത് ഒരു മാധ്യമത്തിലൂടെ രണ്ടോ അതിൽ കൂടുതലോ വേവ്സ് സഞ്ചരിച്ചാൽ ഓരോ വേവും അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ y is equal to a sin 2π ലാംഡ ഇൻറ്റു vt പ്ലസ് എക്സ് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അനേകം വേവ് രണ്ടോ കൂടുതലോ വേവ്സ് ഒരു മീഡിയത്തിലൂടെ പോയാൽ ഒരു പോയിന്റിൽ എല്ലാ വേവ്സും അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കും. അപ്പോൾ ആകെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഈ ഓരോ വേവിൻ്റെയും ഇൻഡിവിജ്വൽ വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കൂട്ടിയെടുത്താൽ മതി. ആൾജിബ്രായിക് സമായിട്ട് കൂട്ടിയെടുക്കണം. അതായത് y1 പ്ലസ് y2 പ്ലസ് y3 പ്ലസ് എക്സെട്ര, അതാണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഇത് കൂട്ടുമ്പോഴേ നമ്മൾ ഒരു വേവിൻ്റെ ക്രസ്റ്റ് മറ്റൊരു വേവിൻ്റെ ക്രസ്റ്റ് ഒരുമിച്ച് പതിച്ചാൽ അത് ആകെ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടും. നേരെ മറിച്ച് ഒരു വേവിൻ്റെ ക്രസ്റ്റിൻ്റെ സ്ഥാനത്ത് മറ്റൊരു വേവിൻ്റെ ട്രഫ് പതിച്ചു കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻസൽ ചെയ്യും. അങ്ങനെ കൂട്ടിയെടുക്കുന്ന രീതി, അതിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ ഓഫ് വേവ്സ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒപ്റ്റിക്സിനകത്ത് ഇൻ്റർഫറൻസിനകത്ത് റിസൾട്ടൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്തുക രണ്ടോ കൂടുതലോ വേവ്സ് പതിക്കുമ്പോൾ. സോ നെക്സ്റ്റ് ഈസ് ആൻ എസ്സേ ക്വസ്റ്റ്യൻ, തിയറി ഓഫ് ഇൻ്റർഫറൻസ്, analytical treatment, conditions for brightness and darkness or maxima and minima. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ +2 ക്ലാസ്സിൽ. ഇവിടെയാണ് തിയറി പഠിക്കുന്നത്. അതായത് കണ്ടീഷൻ ഫോർ ബ്രൈറ്റ്നസ് നിങ്ങൾ കേട്ടുകയാണ്, ഡെൽറ്റ ഈസ് ഈക്വൽ ടു ലാംഡ. കണ്ടീഷൻ ഫോർ ഡാർക്ക്നെസ്, ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2n-1 ഇൻറ്റു λ/2. ഡെൽറ്റ മാത്രമേ ഡിഫറൻസാണ്. എന്ന് പറയുന്നത് പിന്നെ ആ ഓർഡർ എന്ന് പറയും, ഓർഡർ ഓഫ് ദി ബാൻഡ്. അപ്പോൾ ഡെൽറ്റ ഈസ് n λ ഈസ് ദ കണ്ടീഷൻ ഫോർ brightness of interference band. Delta equal to 2n-1 into λ/2 is the darkness that we are going to see. നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ തിയറി ഓഫ് ഇൻ്റർഫറൻസ് അതാണ് നമ്മുടെ സബ്ജക്റ്റ്. മാത്തമാറ്റിക്കലായിട്ടാണ് നമ്മൾ ആ റിസൾട്ട് കണ്ടെത്തുക. So analytical treatment, conditions for brightness and darkness. You look at the figure. In this figure, A and B are two corner sources and a midpoint line is drawn. There is a screen kept at a distance capital D. At the point on the screen, P and Q are 2 points. Q is a point in the line of the midpoint, and P is a point away from it on the screen. So in the figure, A and B are two corner sources. A screen is kept at a distance capital D. On the screen, alternated dark and bright bands are formed, and these bands are called interference bands.
ആ ചിത്രം നോക്കുക. ആ ചിത്രത്തിൽ എ ബി എന്ന് പറഞ്ഞാൽ രണ്ട് കോഹറന്റ് സോഴ്സിന്റെ സ്ഥാനമാണ്. കോഹറന്റ് സോഴ്സ് ആണെങ്കിൽ മാത്രമേ ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇങ്ങോട്ട് മാറി നമ്മൾ 1 മീറ്റർ അകലെ ഒരു സ്ക്രീൻ പിടിച്ചിരിക്കുകയാണ്, വൈറ്റ് പേപ്പർ സ്ക്രീൻ പിടിച്ചിരിക്കുകയാണ്. ആ വൈറ്റ് പേപ്പർ സ്ക്രീനിൽ ഡാർക്കും ബ്രൈറ്റും ബാൻഡ്സ് കിട്ടും. സെൻട്രൽ ബാൻഡ് ബ്രൈറ്റ് ആയിരിക്കും. അതിന് മുകളിൽ താഴെയായിട്ട് ഡാർക്ക് ബ്രൈറ്റ് ബാൻഡ്സ് ഇങ്ങനെ തുടർച്ചയായിട്ട് കിട്ടും. പി എന്നുള്ള പോയിന്റിൽ ഒരു ഡാർക്ക് ബാൻഡ് ബ്രൈറ്റ് ബാൻഡ് വരാം. എയിൽ നിന്നും ബിയിൽ നിന്നും ലൈറ്റ് വേവ്സ് ആരംഭിച്ച് പിയിലെത്തുകയാണ്. അപ്പോൾ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ബി പി മൈനസ് എ പി ആണ്. ഈ ഡെൽറ്റ ഈക്വൽ ടു ബി പി മൈനസ് എ പി, അതിനെ ആശ്രയിച്ചിട്ടാണ് പിയിൽ ബ്രൈറ്റ് ബാൻഡ് അല്ലെങ്കിൽ ഡാർക്ക് ബാൻഡ് കിട്ടുന്നത്. യു സി കൺസിഡർ ടു sources, coherent sources. You note the spelling. Consider two coherent sources A and B, illuminated by monochromatic light of wavelength lambda. P is a point on the screen kept at a distance at D from the sources. Waves reaching at P may interfere and produce a bright band or dark band at P. അപ്പോൾ എയിൽ നിന്നും ബിയിൽ നിന്നും ലൈറ്റ് വേവ്സ് ആരംഭിച്ചിട്ട് പിയിൽ വന്ന് പതിക്കും. പി റിസൾട്ടൻ്റ് വേവ് ഉണ്ടാകും. അത് ഒരു ഡാർക്ക് ബാൻഡ് ബ്രൈറ്റ് ബാൻഡ് പിയിൽ പ്രൊഡ്യൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഈക്വൽ ബി പി മൈനസ് എ പി നമ്മൾ നേരത്തെ കണ്ടതാണ്. എയിൽ നിന്നും ബിയിൽ ആരംഭിച്ചിട്ട് വ്യത്യസ്തമായ ദൂരെ സഞ്ചരിച്ച വേവ്സ് പിയിലെത്തിയാൽ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഇസ് ബി പി മൈനസ് എ പി. പാത്തിൻ്റെ ഫീസാക്കുന്നത് എങ്ങനെയാണ് നമുക്കറിയാം. ഫേസാക്കാൻ എപ്സിലോണാക്കാൻ 2π/λ കൊണ്ട് ഗുണിച്ചാൽ മതി. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ ദ പാത്ത് ഈസ് കൺവേർട്ടഡ് ടു ഫേസ് ബൈ മൾട്ടിപ്ലൈയിങ് ഇറ്റ് ബൈ 2π/λ. Therefore, epsilon phase difference epsilon is 2π/λ into delta. Now we say expression for resultant wave at P. അപ്പോൾ രണ്ട് വേവ്സ് എയിൽ നിന്നും ബിയിൽ നിന്നും ആരംഭിച്ച് പിയിലെത്തുകയാണ്. എന്താണ് പിയിലെ റിസൾട്ടൻ്റ് വേവിൻ്റെ ഇക്വേഷൻ? അതിന് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ ഓഫ് വേവ്സ് അപ്ലൈ. ലെറ്റ് y1 and y2 be the displacements. y1 and y2 be the displacements due to the two waves. Then y1 is equal to a sin omega t and y2 is equal to a sin omega t plus epsilon. അപ്പോൾ നമ്മൾ രണ്ട് വേവ് സിമ്പിളായിട്ട് വിചാരിക്കുകയാണ്. ഒന്നാമത്തെ വേവിനെ y1 is a sin omega t എന്ന് പറയാം. രണ്ടാമത്തത് ബിയിൽ നിന്ന് ആരംഭിച്ച് വരുന്ന വേവിനെ y2 is equal to a sin omega t പ്ലസ് എപ്സിലൺ എന്ന് പറയാം. അങ്ങനെ വിചാരിക്കുമ്പോൾ എപ്സിലൺ പാത്ത് ഡിഫറൻസ് വരും. എപ്സിലൺ ആണ് നേരത്തെ പറഞ്ഞ 2π/λ into ഡെൽറ്റ. അപ്പോൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഇങ്ങനെ എടുക്കുന്നത്. എയിലെ വേവിനെ y1 is a sin omega t കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ബിയിലെ വേവിനെ y2 is a sin omega t പ്ലസ് എപ്സിലൺ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. By the principle of superposition of waves, the resultant displacement at P is given by y is equal to y1 plus y2. ഇവിടെ രണ്ട് വേവേ ഉള്ളു. ഒരു രണ്ട് ടൈം കൂട്ടിയാൽ മതി. കൂടുതലുണ്ടെങ്കിലാണ് y1 plus y2 plus y3 എന്ന് എടുത്ത് പോകുന്നത്. സോ y is equal to a sin omega t plus a sin omega t plus epsilon. അത് നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അഡീഷൻ, അതായത് sin c plus sin d is equal to 2 sin c plus t by 2 cos c minus t by 2 എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പം അതിന് കുറച്ച് എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഒമേഗ ടി ഡി എന്നും രണ്ടാമത്തെ ഒമേഗ ടി പ്ലസ് എപ്സിലൺ സി എന്നും എടുക്കുക. അങ്ങനെ എടുത്താൽ ഒരു മൈനസിന് ഒഴിവാക്കാം നമുക്ക്. മൈനസ് ഒന്നാലും കുഴപ്പമൊന്നുമില്ല, ഉത്തരം റിസൾട്ട് സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് എ സൈൻ ഒമേഗ ടി പ്ലസ് എ സൈൻ ഒമേഗ ടി പ്ലസ് എപ്സിലൺ. ഒമേഗ ടി പ്ലസ് എപ്സിലൺ ഈസ് ടേക്കൺ ആസ് സി. Therefore 2a sin omega t plus epsilon by 2 cos epsilon by 2 എന്ന് കിട്ടും. അത് രണ്ടും കൂട്ടിയിട്ട് ഇവിടെ ഹരിക്കണം, പിന്നെ കുറച്ചിട്ട് ഹരിക്കണം. ഇത് നമ്മൾ ആദ്യത്തത് ഒമേഗ ടി സി ആയിട്ടും ഒമേഗ ടി പ്ലസ് എപ്സിലൺ ഡി ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ കോസ് മൈനസ് എപ്സിലൺ ബൈ 2 എന്ന് വരും. അപ്പം മൈനസ് എപ്സിലൺ ബൈ 2 എന്ന് വെച്ചാൽ അറിയാമല്ലോ, കോസ് മൈനസ് തീറ്റ ഈസ് കോസ് തീറ്റ. അപ്പോൾ റിസൾട്ട് സെയിം ആയിരിക്കും. അപ്പം ഇത് നമ്മളൊരു ഓർഡറിൽ പറയും. y is 2a ടൈം ടേബിൾ അവസാനം എഴുതും കേട്ടോ. എന്നിട്ട് ഓർഡറിൽ പറയും. ടൈം ഇല്ലാത്ത ടൈം കൊണ്ട് ചേർത്ത് ആദ്യം പറയും
y is equal to 2a cos epsilon by 2 sin omega t plus epsilon by 2. ഇപ്പോൾ ടൈമുള്ള ടൈം രണ്ടാമത് എഴുതി. ഇതൊരു സൈൻ വേവ് ഇക്വേഷനാണ്, ലൈറ്റ് വേവ് ഇക്വേഷനാണ്, റിസൾട്ടൻ്റ് വേവ് ഇക്വേഷനാണ്. അപ്പോൾ ഈ റിസൾട്ടൻ്റ് വേവ് ഇക്വേഷൻ ഒന്നുകൂടി സിമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടി നമ്മൾ പുട്ട് 2a cos epsilon by 2 is a ക്യാപിറ്റൽ എ കോൺസ്റ്റന്റ് അങ്ങനെ വിചാരിക്കണം. അങ്ങനെ വിചാരിക്കുമ്പോൾ എന്ത് കിട്ടും? y is equal to a sin omega t plus epsilon by 2. അപ്പോൾ എന്താണ് ഇക്വേഷൻ? This equation is the resultant wave equation, or this gives the equation of the resultant wave at the point B when two waves superimpose. This is the resultant wave at P whose amplitude is given by y is equal to 2a cos epsilon by 2. നമ്മൾ പറഞ്ഞതാണ്. ആ കോസ് എപ്സിലോൺ ബൈ 2 ഒന്നുകൂടി നമ്മൾ എഴുതുകയാണ്. ദാറ്റ് ഈസ് a is equal to 2a cos എപ്സിലോണിൻ്റെ വാല്യൂ 2π by lambda into ഡെൽറ്റ ആണല്ലോ, ബൈ 2 ഉണ്ട്. അപ്പോൾ 2π by lambda into ഡെൽറ്റ ബൈ 2. ഡിസ്കഷൻ. ഇനിയാണ് ബ്രൈറ്റ്നസ് ആൻഡ് ഡാർക്ക്നെസ് കണ്ടീഷൻ കണ്ടുപിടിക്കുന്നത്. ഡിസ്കഷൻ. കണ്ടീഷൻ ഫോർ മാക്സിമം. മാക്സിമം ലൈറ്റ്, അതിനെ വിളിക്കുന്ന മറ്റൊരു വാക്കാണ് ബ്രൈറ്റ്നസ്, അല്ലെങ്കിൽ പറയും കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. ബ്രൈറ്റ്നസ്സിനെ മാക്സിമമായി നമ്മൾ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയും. കണ്ടീഷൻ ഫോർ മാക്സിമം ബ്രൈറ്റ്നസ്. ഫസ്റ്റ് കണ്ടീഷൻ ലെറ്റ് ഐ 0. therefore a ആംപ്ലിറ്റ്യൂഡ് റിസൾട്ടൻ്റ് വേവ് ആംപ്ലിറ്റ്യൂഡ് a equal to 2a cos 2π lambda into 0 by 2 be put to 0 in the place of delta. That we get a is equal to 2a cos 0. Cos 0 is 1. 2 into 1 is 2a. That is the amplitude when delta is equal to 0. Then there is a term intensity. ഈ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഇൻറ്റൻസിറ്റി കാണുന്ന ഫോർമുലയാണ് I proportional a square. ഈ ലൈറ്റ് വേവ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ y is equal to a sin omega t. ഏതാണ് ആംപ്ലിറ്റ്യൂഡ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റിയുടെ മെഷർമെൻ്റ് ആണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി എങ്ങനെയാണ് ആംപ്ലിറ്റ്യൂഡായിട്ട് റിലേറ്റ് ചെയ്യുക? I proportional a square. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫോർമുലയാണ്, അത് പഠിച്ചോളണം. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് അറ്റ് എ പോയിന്റ് ഈസ് പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വേവ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ y is equal to a sin omega t എന്ന് ലൈറ്റ് വേവ് ഇക്വേഷൻ പറഞ്ഞാൽ a വിളിക്കുന്ന ഒരു ആംപ്ലിറ്റ്യൂഡ്. ദാറ്റ് ഇസ് I proportional 2a the whole square. എയുടെ വാല്യൂ ദാറ്റ് ഇസ് I proportional 4a square. ഇതൊരു മാക്സിമം വാല്യൂ ആണ്. ദിസ് ഇസ് എ മാക്സിമം വാല്യൂ. ദാറ്റ് ഇസ് എ ബ്രൈറ്റ് ബാൻഡ് ഈസ് ഫോംഡ് അറ്റ് P. A bright band is formed at P when delta is 0. ഈ ഡെൽറ്റ 0 വരുന്ന ബ്രൈറ്റ് ബാൻഡ് സെൻട്രൽ ബാൻഡാണ്. പേയുടെ ബിയുടെ നടുക്ക് നേരെ ലൈൻ വരച്ചാൽ ക്യൂ എന്നൊരു പോയിന്റ് ഉള്ളൂ പടത്തിൽ, ക്യൂ എന്നുള്ള പോയിന്റ്. ആ ക്യൂവിലെ ബാൻഡാണ്, അത് ബ്രൈറ്റ് ബാൻഡാണ്. സെൻട്രൽ ബാൻഡ് എപ്പോഴും ബ്രൈറ്റ് ആണ്, അവിടെ ഡെൽറ്റ 0 ആയിരിക്കും. ഇനി അടുത്ത കണ്ടീഷൻ ലെറ്റ് ഡെൽറ്റ ഈക്വൽ ടു ലാംഡ then a is equal to 2a cos 2π by lambda into delta by 2. You put delta as lambda, that is 2a cos 2π by lambda into lambda by 2. And that we get as 2a cos 2π lambda by 2, that is 2a cos pi. Cos pi is cos pi is minus 1, so we get a minus 2a. A is minus 2a. I proportional a square, I proportional to minus 2a the whole square. When we square a minus quantity, we get a plus quantity. Therefore, I proportional to 4a square. It is also a maximum. Brightness. Number 3, let delta is equal to 2 lambda. Then a is equal to 2a cos 2π lambda. 2π by lambda into 2 lambda by 2. We get 2a cos 2π. Lambda cancel, 2 cancels. Remaining is 2π. 2a cos 2π. So 2a into 1. Cos 2π is cos 0. That is 1. That is I proportional to a square. I proportional to a the whole square. That is I proportional to 4a square, which is also a maximum. And so on. Similarly, we can see that if delta is equal to 3 lambda, 4 lambda, 5 lambda, etc., we get a maximum. And that is written here.
Thus, a bright band or maximum is formed at delta is equal to 0, lambda, 2 lambda, 3 lambda, etc. And this we can write in a general form as delta is L lambda, where n is 0, 1, 2, 3, etc. So, the condition for bright band at a point P on the screen is delta is L lambda, where n is equal to 0, 1, 2, 3, etc. Thus, we have seen brightness condition, maxima condition, constructive interference condition. Now we say minima condition. Thus, the condition for brightness is that the path difference between the two waves should be delta is L lambda, where n is equal to 0, 1, 2, 3, etc. Condition for minima, darkness. A is equal to A cos 2 pi by lambda into delta by 2. Number 1, let delta is lambda by 2. Put the value in the place of delta. A is equal to A cos 2 pi by lambda into lambda by 2 into 1 by 2. 1 by 2 is there. We get 2A cos pi by 2. 2A cos 90. Cos 90 is 0. Is equal to 0. You write is equal to 0. I proportional to A square proportional to 0 is equal to 0. Proportional to 0 is equal to 0. Which is a minimum or darkness or destructive interference. Let delta is 3 lambda by 2. Delta is 3 lambda by 2. Then we get A is equal to 2A cos 2 pi by lambda into 3 lambda by 2 all by 2. 2A cos 3 pi by 2. 2A cos 270 degree. 2A into 0, 0. We know I proportional to A square proportional to 0 square equal to 0, which is also minimum, darkness. So when delta is equal to 3 lambda by 2, we get darkness and so on. So that is a dark band is obtained when delta equal to lambda by 2, 3 lambda by 2, 5 lambda by 2, etc. That is delta is equal to 2n minus 1 into lambda by 2. Where n is 1, 2, 3, etc. 0 is not taken. അപ്പോൾ സ്ക്രീനിൽ പോയിന്റ് പിയിൽ ഒരു ഡാർക്ക് ബാൻഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ഈ അതിൻ്റെ കണ്ടീഷൻ ഡെൽറ്റ ഈസ് ഈക്വൽ ലാംഡ ബൈ 2, 3 ലാംഡ ബൈ 2, 5 ലാംഡ ബൈ 2 എന്നിങ്ങനെയാണ്. ഇതിനെ നമ്മൾ ജനറലായിട്ട് ഡെൽറ്റ ഈസ് ഈക്വൽ 2n മൈനസ് 1 ഇൻറ്റു ലാംഡ ബൈ 2 എന്ന് എഴുതാം. n വാല്യൂ 1, 2, 3 ഇട്ടാൽ ഈ പറയുന്ന വാല്യൂസ് എല്ലാം കിട്ടും. ഈ ലാംഡ ബൈ 2, 3 ലാംഡ ബൈ 2 പോലുള്ള വാല്യൂസ് കിട്ടും. അല്ലെങ്കിൽ ഡെൽറ്റ ഈസ് ഈക്വൽ 2n പ്ലസ് 1 ഇൻറ്റു ലാംഡ ബൈ 2 എന്ന് എഴുതാം. അങ്ങനെ എഴുതിയാൽ എൻ്റെ വാല്യൂ 0, 1, 2, 3 കൊടുക്കേണ്ടി വരും. അപ്പോൾ 0 ഒഴിവാക്കി നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ജനറലായിട്ട് വരുന്നത് ഡെൽറ്റ ഈസ് ഈക്വൽ 2n മൈനസ് 1 ഇൻറ്റു ലാംഡ ബൈ 2 അങ്ങനെ പഠിക്കുക. ഇവിടെ 2n മൈനസ് 1 ഇൻറ്റു ലാംഡ ബൈ 2 എന്ന് പഠിക്കുക. എന്നിട്ട് എൻ്റെ വാല്യൂ 1, 2, 3 ഓർത്താൽ മതി. നേരെ മറിച്ച് ബ്രൈറ്റ്നസ് കണ്ടീഷൻ ഡെൽറ്റ ഈസ് എൽ ലാംഡയാണ്. അവിടെ n 0, 1, 2, 3 എന്നാണ്. ഇവിടെ നമ്മൾ 0 ഒഴിവാക്കിയിരിക്കുക. Therefore, the condition for darkness is that the path difference between the waves should be delta equal to 2n minus 1 into lambda by 2, where n is equal to 1, 2, 3, etc. അപ്പോൾ നമ്മൾ ആ പിയുടെ കാര്യമാണ്. പി ഇങ്ങനെ മേപ്പോട്ട് പോകുമ്പോഴാണ് പാത്ത് കൂടുന്നത്. നമുക്ക് ആ സ്ക്രീനിൽ പി എന്നുള്ള പോയിന്റ് മേപ്പോട്ട് പോകുമ്പോഴാണ് പാത്ത് കൂടുന്നത്. അതിനൊപ്പിച്ച് ഡാർക്ക് ബാൻഡ്, ബ്രൈറ്റ് ബാൻഡ്, ഡാർക്ക് ബാൻഡ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അത് ഗ്രാഫിക്കലായിട്ട് കാണിച്ചിരിക്കുകയും. അപ്പോൾ ക്യൂ എന്നുള്ള പോയിന്റിൻ്റെ മുകളിലും പടം നോക്കുക, തിരിച്ചു പോയി നോക്കിയാൽ മതി, നിങ്ങൾ ബുക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ ക്യൂ എന്നുള്ള പോയിന്റിലെ മുകളിലും പി ഉണ്ട്, താഴെയും പി ഉണ്ട്. ഇപ്പോൾ പി ഉയർന്ന ഡാർക്കും ബ്രൈറ്റും ബാൻഡിലോട്ടും പോയിക്കൊണ്ടിരിക്കും. അതുപോലെ താഴെയും ഡാർക്കും ബ്രൈറ്റും ബാൻഡ്. അപ്പോൾ അവിടെ ഈ ഡാർക്ക് ബാൻഡിന് ഇൻറ്റൻസിറ്റി 0ആണ്, ബ്രൈറ്റ് ബാൻഡിന് ഇൻറ്റൻസിറ്റി മാക്സിമമാണ്, 4a² ആണ്. അത് ഗ്രാഫിലൂടെ ഒന്ന് കാണിക്കാവുന്നതാണ്. അങ്ങനെ ഒരു ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ്, എനർജി ഡിസ്ട്രിബ്യൂഷൻ കർവ്. സോ on the screen we get a maximum and minima, or we get a brightness and darkness. Brightness has maximum intensity equal to 4a². Darkness has minimum intensity equal to 0. And we can represent these intensities on a graph. For that we take a phase or path, simply path we can write.
path on the x-axis and intensity on the y-axis. At zero path, we get a maximum intensity for a square. At lambda by 2, we get a minimum. At 3 lambda by 2, we get again minimum. At 5 lambda by 2, we get again minimum. That is, the graph is touching the x-axis. Similar is the shape of the graph on the other side. Thus, on the screen, we get alternate dark and bright bands, and these band intensities can be represented graphically in this form. In this graph, the path is taken on the x-axis and intensity is taken on the y-axis. All peaks are of equal height. The meaning is all bright bands are of equal intensity. In the x-axis, instead of a path, we can take a phase. For example, a path of lambda by 2 equal to a phase of pi, that you know from the tables we have drawn in the first class. From the above discussion, it is found that the intensity at a bright point is 4a square and at a dark point is 0. അപ്പോൾ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ. ഇതതിൻ്റെ ഒരു essay question ആണ്. Essay question. Obtain analytically the condition for brightness and darkness of interference bands also give the intensity distribution. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ അനലിറ്റിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റിൻ്റെ ഫോമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ മുകളിൽ കാണുന്ന ഉത്തരം: ഒബ്റ്റൈൻ അനലിറ്റിക്കലി ദ കണ്ടീഷൻ ഫോർ brightness and darkness of interference bands also give the intensity distribution. ഇനി ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ പതിവായിട്ട് ചോദിക്കുന്നതാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. ഡസ് ദ ഫിനോമിനൻ ഓഫ് ഇന്റർഫറൻസ് ഒബേ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി? അപ്പോൾ ഇന്റർഫറൻസിൻ്റെ കണ്ടീഷൻ, ഇന്റർഫറൻസിന് നമ്മൾ കാണുന്ന ആ കാര്യങ്ങൾ, ചിലയിടത്ത് ഡാർക്ക് ലൈറ്റ്, ചിലയിടത്ത് ബ്രൈറ്റ് മാക്സിമം ലൈറ്റ്, ഇങ്ങനെ കിട്ടുന്ന ആ കാര്യങ്ങൾ, ഈ ബ്രൈറ്റ് ബാൻഡ് ഡാർക്ക് ബാൻഡ്, ആ ഡാർക്ക് ആകുമ്പോൾ ലൈറ്റ് ഇല്ലെന്നല്ലേ, എനർജി ഇല്ലെന്ന അർത്ഥം. അപ്പോൾ അങ്ങനെ വരുന്നത് ഈ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ വയലേഷൻ ആണോ, അല്ലെങ്കിൽ അത് അനുസരിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ചിലർക്ക് എനർജി ഇല്ലാതാകുകയാണ്. എനർജി ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഈ ലോ പഠിക്കുന്നത് ഇങ്ങനെയാണ്: ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സീറോ ലൈറ്റ് വരുന്ന ഡാർക്ക് ബാൻഡിൽ എനർജി ഡിസ്ട്രോയ് ചെയ്തില്ലേ? അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഒബേ ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യം. അപ്പോൾ ഉത്തരം എന്താ പറയുന്നത് നോക്കിയേ. Yes, it obeys the law of conservation of energy. Yes is the answer. What is the reason? Even though at the destruction point, destructive point, dark point, the intensity is minimum. The intensity is minimum. The energy is not destroyed. The energy is redistributed to the bright band region. That's the answer. അതായത് ഈ ഇന്റർഫറൻസ് ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ വയലേഷൻ അല്ല. കാരണം ഡാർക്ക് ബാൻഡിൽ സീറോ ലൈറ്റ് ആണെങ്കിലും അത് ബ്രൈറ്റ് ബാൻഡ് സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ 4a² വരുന്നത്, അല്ലെങ്കിൽ 2a² വരുള്ളൂ. കാരണം ഒരു വേവിന് a² ആണ്, അടുത്ത വേവിന് a² ആണ്, രണ്ടും കൂടി ചേർന്നാൽ 2a² വന്നാൽ മതി. അപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രാഫിൽ നമ്മൾ കണ്ടത് 4a² വരുന്നതാണ്. അപ്പോൾ 4a² വരുന്നത് ഈ ഡാർക്ക് ബാൻഡിലുള്ള ലൈറ്റ് ബ്രൈറ്റ് ബാൻഡിലേക്ക് മാറ്റുന്നത് കൊണ്ടാണ്. അപ്പോൾ അവിടെ എനർജി ഡിസ്ട്രോയ് ചെയ്യുന്നില്ല, എനർജി കംപ്ലീറ്റ് ഉണ്ട്, അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണ്. അങ്ങനെ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി, അതിനെ വിളിക്കുന്ന ഇന്റർഫറൻസ്. അപ്പോൾ നമ്മൾ കണ്ട ഇന്റർഫറൻസ് പാറ്റേൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ വയലേഷൻ അല്ല എന്നുള്ളതാണ് ഉത്തരം. ഈവൻ ദോ അറ്റ് ദി destructive point the intensity is minimum, the energy is not destroyed, the energy is redistributed to the bright band region. That's the answer. With this, the second lecture on optics is over. We continue in the next class. Thank you very much.